ഹലോ ഗൈസ്, നമുക്കൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ? കുഴിമന്തി ഉണ്ടാക്കാം, പക്ഷേ ഫ്ലോപ്പായിപ്പോയി ഗൈസ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടെ എന്താ ഫ്ലോപ്പാവാൻ കാരണമെന്നേ. എൻ്റെ കയ്യിലില്ലേ ഹോൾ ചില്ലി ഉണ്ടായിരുന്നില്ല കേട്ടോ, കാശ്മീരി. സോ ഞാൻ എന്ത് ചെയ്തു, എളുപ്പപ്പണിക്ക് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറിൽ വിനാഗിരി ഒഴിച്ചിട്ട് തക്കാളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില കേട്ടോ. മല്ലിയില ഓൾറെഡി ഞാൻ കഴുകി അവിടെ വെച്ചിരുന്നതാണ്. then അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചേർത്തത് ജീരകമായിരുന്നു കേട്ടോ, കുറച്ച് ജീരകവും ചേർത്ത് സൺഫ്ലവർ ഓയിലും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഞാനിത് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. ദെൻ ചിക്കൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കൂ കേട്ടോ. ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ദെൻ ഇത് ഞാൻ സെല്ലാ റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. സെല്ലാ റൈസ് ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം വെച്ചു, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെച്ച് ഏലയ്ക്ക, കറുകപ്പട്ട, ദെൻ 2 വയനയില ഉണ്ടായിരുന്നു, ചെറിയ കഷ്ണം, അതും ഇട്ട് ഗ്രാമ്പൂ ഇട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അരിയില്ലേ, അരി ഇതിലോട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരി ഇട്ടു കേട്ടോ. എന്നിട്ട് തന്നെ ആ അരി ഒന്ന് ബോയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ. അതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്യാപ്സിക്കം എടുത്ത് മുറിച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഈ അരിയിലേക്ക്, അതായത് ഫുൾ വെള്ളം വറ്റിയിട്ടിട്ടായിരുന്നില്ല കേട്ടോ, അതിലേക്ക് ഇതും വെച്ചിട്ട് മൂടി വെച്ചു. ദെൻ നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇവിടം വരെയൊക്കെ കറക്റ്റായിരുന്നു ഗൈസ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കും അറിയാൻ പാടില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല. സോറി, പറയാൻ മറന്നുപോയി, ഞാൻ അരി വേവിച്ചപ്പോൾ അതിലൊരു ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വിട്ടൊന്നും കിട്ടിയില്ല, അങ്ങനെ കുഴഞ്ഞു പോയി. പക്ഷേ നമ്മുടെ മക്കൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, കുഴിമന്തിയുടെ ഒരു മണം കിട്ടിയാൽ മതി. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് ടൈം ഒന്ന് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. ഇവിടെ കുഴിമന്തി ഒന്നും എപ്പോഴും വാങ്ങിക്കില്ല ഗൈസ്, ഹസ്ബൻഡ് ഒട്ടും വാങ്ങിത്തരില്ല കുഴിമന്തി, അതാണ് പ്രശ്നം. പക്ഷേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റില്ലേ നമ്മുടെ ആ അരി ഒന്ന് 3/4 ഭാഗത്തോളം വെന്ത് വന്നപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് കളറ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിലും ആ ഗ്രേവി ആയിട്ട് ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ആ ഫ്രൈ ആയേക്കുന്ന ചിക്കൻ എടുത്ത് ഈ ചോറിൻ്റെ പൊക്കത്തോട്ട് വെച്ചു. ഇപ്പോഴും ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ശരിക്കും നമ്മളിത് ഫുള്ള് റൈസ് കോരി മാറ്റിയിരുന്നെങ്കിൽ ഇത് ഇത്രയും വരില്ലായിരുന്നു. കാരണം ഞാനിത് ഓവർ കുക്കായിപ്പോയി റൈസ്. ദെൻ ആ ബാക്കി വന്ന മസാല ഞാനൊന്ന് ആ സെയിം പാനിലിട്ട് സോട്ടാക്കിയെടുത്ത്. ഈ മസാല ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമായില്ല പേഴ്സണലി. പക്ഷേ പിള്ളേർ കഴിച്ചുവിട്ടു, അവർ പറഞ്ഞത് ഓക്കെ ഇത് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി എന്തായാലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ട്. ഇപ്പം നമുക്കറിയാമല്ലോ നമുക്ക് എവിടെയാണ് ഫ്ലോപ്പ് പറ്റിയെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചോറൊന്നിങ്ങനെ ഊറ്റിയെടുത്തിട്ടേക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ.